മിസ് ആണ്. അപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹോളിഡേയ്സ് ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി തിരിച്ച് എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ട് നിൽക്കുകയാണല്ലേ, അടിപൊളിയായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ മക്കളെ ഇനി നമുക്ക് 2 മാസം കൂടിയേ കഷ്ടിച്ചുള്ളൂ, നമ്മുടെ ആനുവൽ എക്സാം തുടങ്ങാൻ പോവാണല്ലേ. അതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ പോർഷൻസ് ഒക്കെ സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്ററും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലെ ഒരു ചെറിയ ആശയമായിട്ടാണ്, ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് എന്ന് നമുക്ക് നോക്കിയാലോ അല്ലെ. ആ ഒരു ചോദ്യം 2025 ജനുവരി മാസത്തെ കലണ്ടറുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ട എത്രയാണെന്നറിയോ, ജനുവരി മാസത്തില് എത്ര ദിവസങ്ങളുണ്ട്, എത്ര ഡേയ്സ് ഉണ്ട് നമ്മുടെ ജനുവരിയിൽ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ മക്കൾ എല്ലാവരും നോക്കിക്കേടാ, ഇവിടെ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കുന്നത് 31 വരെ ഉണ്ടല്ലേ. അപ്പൊ 31 ഡേയ്സ് ആണ് ടോട്ടൽ നമ്മുടെ ജനുവരിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ 31 ഡേയ്സ് കേട്ടോ. പിന്നെ ഏതൊരു കലണ്ടർ തന്നു കഴിഞ്ഞാലും എത്ര ദിവസങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ, ഏറ്റവും അവസാനം നോക്കിയാൽ മതി അല്ലേ. ഏറ്റവും അവസാനം 31 ഡേയ്സ് ആണെങ്കിൽ യെസ് 31 എന്ന് നമ്മൾ എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയോ, ഏതൊക്കെയാണ് അവധി ദിവസങ്ങൾ എന്നാണ് അറിയേണ്ടത്. ഹോളിഡേയ്സ്, ജനുവരിയിലെ ഏതൊക്കെയാണ് ഹോളിഡേയ്സ് എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ ഈ ഒരു കലണ്ടറിൽ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്ത അല്ലെ, ചുവപ്പ് കളറിൽ മാർക്ക് ചെയ്ത ദിവസങ്ങളൊക്കെ എന്തായിരിക്കും, അവധി ദിവസങ്ങളായിരിക്കും, ഹോളിഡേയ്സ് ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇതാണ് 2-ാം തീയതി ഉണ്ട് അല്ലെ, മന്നം ജയന്തിയാണ് 2-ാം തീയതി, ഒരു ഹോളിഡേ ആണ്, റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 2-ാം തീയതി, ഇതാ നമ്മളിവിടെ 2-ാം തീയതി മിസ് ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അടുത്തതോ, അടുത്ത റെഡ് കളറിൽ ഏതാണ്, 2-ാം ശനിയാണ്. അപ്പൊ 11th എന്താണ്, ഹോളിഡേ ആണ്. പിന്നെ 5-ാം തീയതി ഉണ്ട്, 12, 19, 26 അല്ലെ. അപ്പൊ ടോട്ടൽ ആകെ എത്ര ഹോളിഡേയ്സ് ആണ് നമ്മുടെ ജനുവരിയിലുള്ളത്, 1, 2, 3, 4, 5, 6 6 ദിവസങ്ങളാണ് കേട്ടോ. 1, 2, 3, 4, 5, 6 ദിവസങ്ങളാണ് അപ്പോ നമ്മുടെ ജനുവരിയിൽ ഹോളിഡേയ്സ് ആയിട്ടുള്ളത്. 2025 ജനുവരി മാസത്തിൽ എത്ര അവധി ദിവസങ്ങളുണ്ട്, 6 അവധി ദിവസങ്ങളാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത്, പുതുവർഷം തുടങ്ങുന്നത് ഏത് തീയതി ഏത് ദിവസം അല്ലെ. പുതുവർഷം തുടങ്ങുന്നത് ഏതാണ്, നമ്മളുടെ ഈ ഒരു മാസം തന്നെ, യെസ് പുതുവർഷമാണ്, ജനുവരിയാണ്. അപ്പൊ ജനുവരിയിലെ ഫസ്റ്റ് തീയതി ഏതാണ്, ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1-ാം തീയതിയാണ്, ജനുവരി 1-ാം തീയതിയാണ് അല്ലെ. അപ്പൊ ഏതാണ് ആ ഒരു തീയതി എന്ന് പറയുന്നത്, 1/1/2025 ആണല്ലേ ആ ഒരു തീയതി എന്ന് പറയുന്നത്. അതിന്റെ ദിവസം ഏതാണ് എന്ന് ചോദിച്ചാൽ 1-ന്റെ നേരെ മേലോട്ട് നോക്കിയാൽ മതി. 1-ന്റെ നേരെ മേലോട്ട് നോക്കുമ്പോ എന്ത് കിട്ടി, ബുധൻ, വെനസ്ഡേ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോ ദിവസം ഏതാണ്, ബുധനാണ്. ബുധൻ വെനസ്ഡേ എന്ന് നമ്മൾ പറയും അല്ലേ, ബുധൻ ആൻഡ് വെനസ്ഡേ എന്നാണ്. അപ്പൊ ഇത്രയാണ് മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.